നമസ്കാരം. പുരാതന കാലഘട്ടത്തിലെ ഭീമൻ പ്രാണികളുടെ വളർച്ചയെക്കുറിച്ചുള്ള ശാസ്ത്രലോകത്തെ പ്രബലമായ സിദ്ധാന്തങ്ങൾ പുനർചിന്തനത്തിന് വിധേയമാകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭൂമി ഭരിച്ചിരുന്ന ഇന്നത്തെ പ്രാണികളെക്കാൾ 10 ഇരട്ടി വലിപ്പമുണ്ടായിരുന്ന തുമ്പികളും ഈച്ചകളും എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യത്തിന് ദശകങ്ങളായി ശാസ്ത്രം നൽകിപ്പോന്ന മറുപടി അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവായിരുന്നു എന്നതാണ്. എന്നാൽ പുതിയ കണ്ടെത്തലുകൾ ഈ പാരമ്പര്യ വിശ്വാസത്തിൻ്റെ അടിവേരറക്കുന്നതാണ്. പ്രകൃതിയുടെ നിഗൂഢമായ പരിണാമ പ്രക്രിയയെക്കുറിച്ചും ജീവികളുടെ ശാരീരിക ഘടനയെ നിയന്ത്രിക്കുന്ന ജൈവിക നിയമങ്ങളെക്കുറിച്ചും പുതിയ ഉൾക്കാഴ്ചകൾ നൽകുന്നതാണ് ഈ പുതിയ പഠനം. ഏകദേശം 30 കോടി വർഷങ്ങൾക്ക് മുൻപ് പാൻജിയ എന്ന ഏക ഭൂഖണ്ഡം നിലനിന്നിരുന്ന കാലത്ത് ഭൂമി ഇന്നത്തേക്കാൾ ഏറെ വ്യത്യസ്തമായിരുന്നു. ചതുപ്പ് നിലങ്ങളും അതിവിശാലമായ വനങ്ങളും നിറഞ്ഞ അക്കാലത്ത് 27 ഇഞ്ചോളം ചിറക് വിസ്തീർണമുള്ള ഗ്രിഫിൻ ഫ്ലൈ പോലെയുള്ള പ്രാണികളായിരുന്നു ആകാശം കീഴടക്കിയിരുന്നത്. ഇന്നത്തെ ഒരു ചെറിയ പക്ഷിക്ക് തുല്യമായ വലിപ്പം അന്നത്തെ ആ പ്രാണികൾക്ക് ഉണ്ടായിരുന്നു. അന്നത്തെ അന്തരീക്ഷത്തിൽ ഇന്നത്തേക്കാൾ 45% ഓക്സിജൻ ഉണ്ടായിരുന്നു എന്നതാണ് ഈ വലിപ്പത്തിന് കാരണമായി ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നത്. പ്രാണികൾക്ക് നമ്മളെപ്പോലെ ശ്വാസകോശമില്ലാത്തതിനാൽ ട്രാക്യൂളുകൾ എന്നറിയപ്പെടുന്ന അതിസൂക്ഷ്മമായ ട്യൂബുകളിലൂടെ ഓക്സിജൻ നേരിട്ട് പേശികളിലേക്ക് എത്തുകയായിരുന്നു ചെയ്തിരുന്നത്. ഓക്സിജന്റെ അളവ് കൂടുമ്പോൾ ഈ പ്രക്രിയ കൂടുതൽ കാര്യക്ഷമമാവുകയും വലിയ ശരീരം നിലനിർത്തുവാൻ പ്രാണികൾക്ക് സാധിക്കുകയും ചെയ്യുമെന്ന് ഗവേഷകർ വിശ്വസിച്ചിരുന്നു. യൂണിവേഴ്സിറ്റി ഓഫ് പ്രിട്ടോറിയയിലെ എഡ്വേർഡ് സ്നെല്ലിങ്ങിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഈ പുതിയ ഗവേഷണം ഈ സിദ്ധാന്തത്തെ ചോദ്യം ചെയ്യുന്നു. അതിനൂതനമായ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി ഉപയോഗിച്ച് പ്രാണികളുടെ പറക്കാനുള്ള പേശികളിലെ ട്രാക്യൂളുകളുടെ അളവ് പരിശോധിച്ചപ്പോൾ അവ വെറും 1% താഴെ മാത്രമാണെന്ന് കണ്ടെത്തി. സസ്തനികളിലെയും പക്ഷികളിലെയും പേശികളിൽ ഓക്സിജൻ എത്തിക്കുന്ന രക്തക്കുഴലുകളുടെ അളവ് ഇതിനേക്കാൾ 10 ഇരട്ടി കൂടുതലാണ്. ഓക്സിജന്റെ ലഭ്യത മാത്രമായിരുന്നു പ്രാണികളുടെ വലിപ്പത്തെ നിർണ്ണയിച്ചിരുന്നത് എങ്കിൽ പരിണാമ പ്രക്രിയയിൽ ട്രാക്യൂളുകളുടെ എണ്ണം പേശികളിൽ വർദ്ധിക്കേണ്ടതായിരുന്നു. എന്നാൽ ഗ്രിഫിൻ ഫ്ലൈ പോലെയുള്ള ഭീമൻ പ്രാണികളിലും ട്രാക്യൂളുകളുടെ അളവ് കുറവാണെന്ന കണ്ടെത്തൽ ഓക്സിജൻ സിദ്ധാന്തത്തിൻ്റെ വിശ്വാസ്യത തന്നെ തകർത്തു കളഞ്ഞു. ഓക്സിജൻ അല്ല വലിപ്പത്തിന് പിന്നിലെങ്കിലും പിന്നെ എന്താവാം എന്ന ചോദ്യത്തിന് പല ഉത്തരങ്ങളാണ് ഇപ്പോൾ ശാസ്ത്രലോകം ചർച്ച ചെയ്യുന്നത്. ശത്രുജീവികളുടെ അഭാവമായിരുന്നു ഒരു പ്രധാന കാരണം. അക്കാലത്ത് പക്ഷികളോ വവ്വാലുകളോ പോലെയുള്ള ആകാശവേട്ടക്കാർ ഇല്ലാതിരുന്നത് പ്രാണികൾക്ക് നിർഭയമായി വളരുവാൻ അവസരമൊരുക്കി. പിൽക്കാലത്ത് ഇത്തരം ജീവികൾ വന്നപ്പോൾ വലിപ്പം പ്രാണികൾക്ക് ഒരു ബാധ്യതയായി മാറി. വലിയ പ്രാണികളെ വേട്ടക്കാർക്ക് പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കുമായിരുന്നു. അതിനാൽ വലിപ്പം കുറഞ്ഞ പ്രാണികൾക്ക് മാത്രമേ അതിജീവനം സാധ്യമാകൂ എന്ന സാഹചര്യം വന്നതാകാം. മറ്റൊരു സാധ്യത പ്രാണികളുടെ ബാഹ്യ അസ്ഥികൂടത്തിൻ്റെ ശാരീരിക പരിമിതിയാണ്. ഓക്സിജൻ എത്രയുണ്ട് എങ്കിലും ഒരു പരിധിക്കപ്പുറത്ത് വലിപ്പം വർദ്ധിച്ചാൽ പ്രാണികളുടെ ശരീരം കാര്യക്ഷമമായി പ്രവർത്തിക്കില്ല എന്നതും വലിപ്പത്തെ നിയന്ത്രിക്കുന്ന ഘടകമായിരിക്കാം. ഈ കണ്ടെത്തൽ കേവലം പുരാതന ചരിത്രമല്ല, മറിച്ച് ഭൂമിയിലെ ജീവന്റെ പരിമിതികളെക്കുറിച്ചും പരിണാമത്തിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാനുള്ള വലിയൊരു ചുവടുവെപ്പാണ്. ജീവശാസ്ത്രപരമായ നിയമങ്ങൾ എങ്ങനെയാണ് ഒരു ജീവിയുടെ വലിപ്പത്തെയും ആകൃതിയും നിയന്ത്രിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത് വഴി ഭാവിയിലെ പരിസ്ഥിതി മോഡലുകൾ തയ്യാറാക്കുവാൻ നമുക്ക് സാധിക്കും. പൗരാണിക തുമ്പികളുടെ നിഗൂഢതകൾ ശാസ്ത്രജ്ഞരെ വീണ്ടും ഗവേഷണശാലകളിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. നിലവിലുണ്ടായിരുന്ന ലളിതമായ വിശദീകരണം തെറ്റാണെന്ന് തെളിയുന്നത് ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടിയല്ല, മറിച്ച് പുതിയൊരു വിജ്ഞാനത്തിലേക്കുള്ള വാതിൽ തുറക്കലാണെന്ന് ശാസ്ത്രലോകം വിലയിരുത്തുന്നു. ജീവൻ അതിൻ്റെ വലിപ്പവും രൂപവും കൈവരിക്കുന്നത് അനേകം ജൈവികവും പരിസ്ഥിതിപരവുമായ ഘടകങ്ങളുടെ സങ്കീർണമായ കൂടിച്ചേരലിലൂടെയാണ് എന്ന് ഗ്രിഫിൻ ഫ്ലൈകൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. വെബ് ഡെസ്ക് തത്വമൈ TV.